ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഇൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എക്കണോമിക്സിൻ്റെ ക്ലാസ്സിലാണുള്ളത്. 9ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദേശീയ വരുമാനം എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര്. ഇവിടെ കുറച്ച് കറൻസിയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിക്ചറായിട്ട് അല്ലേ. സോ നമുക്ക് നോക്കാം. ദേശീയ വരുമാനം. കാർഷിക മേഖലയുടെ സംഭാവന കുറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കാർഷിക മേഖലയുടെ ആ സംഭാവനകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ വർഷം ചെല്ലുന്തോറും കാർഷിക മേഖലയുടെ സംഭാവന കുറയുന്നു. ദേശീയ വരുമാനത്തിൻ്റെ വർധനവിന് വ്യവസായ മേഖലയുടെ പുരോഗതി അനിവാര്യം. അപ്പോൾ വ്യവസായ മേഖല പുരോഗതി കൈവരിച്ചാലേ ദേശീയ വരുമാനം ഉയരുകയുള്ളൂ എന്നർത്ഥം. ദേശീയ വരുമാനം. സേവന മേഖലയുടെ മുന്നേറ്റം തുടരുന്നു. അപ്പോൾ ദേശീയ വരുമാനത്തിൽ തൃതീയ മേഖലയായിട്ടുള്ള സേവന മേഖല കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ദേശീയ വരുമാനം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി സൂചിപ്പിക്കുന്നു. ഉയർന്ന ദേശീയ വരുമാനം രാജ്യത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റമാണ് കാണിക്കുന്നത്. ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ, ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ എന്നിവ വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ എന്താണ് ദേശീയ വരുമാനം, ദേശീയ വരുമാനം എങ്ങനെ കണക്കാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് നമ്മൾ വരികയാണ്. ദേശീയ വരുമാനം വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും വരുമാനത്തെക്കുറിച്ചും വരുമാന സ്രോതസ്സുകളെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇൻസ്പയറിലൂടെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിന് ഒരു വർഷം വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് ആ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം. അപ്പോൾ ആ കുടുംബത്തിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും, അല്ലാതെ വാടക പോലുള്ള കാർഷിക വൃത്തി പോലുള്ള കാര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉണ്ടാകും. അപ്പോൾ അതിലൂടെയെല്ലാം ആ കുടുംബത്തിന് എന്തൊക്കെ വരുമാനം കിട്ടുന്നുണ്ടോ അത് വർഷം പ്രതി എടുത്ത് നോക്കുമ്പോൾ അത് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനമാണ്. സോ ഈ ഒരു ആസ്പെക്റ്റിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ മൊത്തം വരുമാനമാണ് ദേശീയ വരുമാനമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന് ഒരു വർഷം എന്തൊക്കെ വരുമാനം ലഭിക്കുമോ അതെല്ലാം കൂടി ടോട്ടലായിട്ട് കണക്ക് കൂട്ടുമ്പോഴാണ് ദേശീയ വരുമാനമായി മാറുന്നത്. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. അപ്പോൾ ഒരു രാജ്യത്തിന് എങ്ങനെയാണ് വരുമാനം ലഭിക്കുക? ഒരു രാജ്യത്തിന് വരുമാനം ലഭിക്കുന്നത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനം. ഇപ്പോൾ ഒരു വർഷം നമ്മുടെ രാജ്യത്തിൽ എന്തൊക്കെ പ്രോഡക്റ്റുകളുണ്ടോ അത് വിറ്റ് കിട്ടുന്ന വരുമാനം, അതുപോലെ നമ്മുടെ രാജ്യത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ആ ഒരു സേവനത്തിലൂടെ വരുന്ന വരുമാനം, ഇതെല്ലാം രാജ്യത്തിൻ്റെ വരുമാനമായിട്ട് കണക്കാക്കാം. അപ്പോൾ പ്രധാനമായിട്ടും 3 മേഖലകളിൽ നിന്നാണ് രാജ്യത്തിന് വരുമാനം ലഭിക്കുന്നത്. ആ 3 മേഖല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. ഈ 3 മേഖലകളിൽ നിന്നുള്ള ആകെ വരുമാനം കൂട്ടിയെടുത്താൽ ദേശീയ വരുമാനം ലഭിക്കുന്നു. ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം പണത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. അപ്പോൾ ഈ പറയപ്പെട്ട 3 മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൂട്ടിയെടുക്കുമ്പോൾ ഇതിൻ്റെ ടോട്ടലായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ദേശീയ വരുമാനം കിട്ടുന്നു. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യം പണത്തിൽ കണക്കാക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ ആ പ്രോഡക്റ്റുകൾക്ക് എത്ര കാശ് കിട്ടും, ആ സേവനത്തിന് എത്ര കാശ് കിട്ടും എന്ന് കണക്ക് കൂട്ടി നമ്മൾ ലഭിക്കുന്ന ആകെ തുകയാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ആദ്യത്തെ 2 നിന്നും ഉൽപ്പന്നങ്ങൾ വിറ്റുള്ള കാശാണ് അല്ലേ. ദെൻ സേവന മേഖലയിൽ സേവനങ്ങൾ കണക്കാക്കിയുള്ളതാണ്. വ്യവസായ മേഖലയിലും ഒരർത്ഥത്തിൽ സേവനം വരും, തൊഴിലാളികൾ പങ്കെടുക്കുന്ന സമയത്ത് അല്ലേ. സോ എന്തിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാകാം ദേശീയ വരുമാനം കണക്കാക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം എന്ന് കണ്ടെത്താനും രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാനുമാണ് ദേശീയ വരുമാനം സഹായകം. അപ്പോൾ നമ്മുടെ രാജ്യം എത്രത്തോളം വളർച്ചയിലെത്തി, കഴിഞ്ഞ വർഷത്തേക്കാൾ എത്രത്തോളം നമ്മൾ പുരോഗതിയിലെത്തി, മറ്റ് രാജ്യങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇവിടെ വിവിധ രാജ്യങ്ങളുടെ ദേശീയ വരുമാനം കൊടുത്തിട്ടുണ്ട്. 2013, 14
15 വർഷങ്ങളിലെയാണ്. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കാണ്, 2019 SCERT ആണ്. പുതിയ SCERT നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് നമുക്ക് റിവൈസ്ഡ് ആയിട്ടുള്ള കണക്കുകൾ അതിലുണ്ട് എങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യം 2019 SCERT തന്നെയാണ് പ്രധാനം. 2024 SCERTയിലേക്ക് ചോദ്യങ്ങൾ മാറുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിച്ചിരിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം. നമ്മുടെ SCERT പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിലെ ക്ലാസ് നമ്മുടെ വിൻസ്പയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്ലേ ലിസ്റ്റായിട്ട് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളത് നിങ്ങൾ കാണുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെസ്സേജിലൂടെ അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും അവർ പഠിക്കുന്നവരാണെങ്കിൽ അവർക്കിത് ഉപകാരപ്പെടുകയാണെങ്കിൽ അവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ ദേശീയ വരുമാനം USA, ചൈന, ജപ്പാൻ, ജർമ്മനി, UK, ഫ്രാൻസ്, ഇന്ത്യ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലെ ദേശീയ വരുമാനം നമുക്ക് കാണാം. അപ്പോൾ 2013 നിന്നും 15 വരുന്ന സമയത്ത് USAയുടെ വളരെ കൂടിയാണ് പോകുന്നത് അല്ലേ. അതേപോലെ ചൈനയും മുകളിലേക്കാണ് പോകുന്നത്. ജപ്പാനിലേക്ക് വരുന്ന സമയത്ത് നേരെ താഴേക്ക് വരുന്നു, ജപ്പാൻ താഴേക്ക് വരുന്നു. ജർമ്മനിയും താഴേക്കാണ് വരുന്നത്. UK ആദ്യം മുകളിലേക്ക് പോകുന്നു, പിന്നെ താഴേക്ക് വരുന്നു. ഫ്രാൻസ് വരുന്ന സമയത്ത് ആദ്യം മുകളിലേക്ക് പോകുന്നു, പിന്നെ താഴേക്ക് വരുന്നു. ദെൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ മുകളിലേക്കാണ് പോകുന്നത്. ഇന്ത്യ മുകളിലേക്കാണ്. ഇറ്റലി ആദ്യം ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പോയി, പിന്നീട് താഴേക്ക് വന്നു. ബ്രസീൽ ആദ്യം ഒന്ന് താഴേക്ക് വന്നു, പിന്നീട് കുറച്ചുകൂടി നന്നായിട്ട് താഴേക്ക് ഇറങ്ങി. അപ്പോൾ ദേശീയ വരുമാനം വർഷം പ്രതി കൂടിയ രാജ്യങ്ങളും നിങ്ങൾ കണ്ടു, കുറഞ്ഞ രാജ്യങ്ങളും കണ്ടു അല്ലേ. സോ അവിടെ കുറച്ച് ചോദ്യം തന്നിട്ടുണ്ട്. അത് ആ ഒരു പട്ടിക ആശ്രയിച്ചുള്ള ചോദ്യമാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഇതിൽ നിന്ന് ഇന്ത്യയിലെ 2013 അപേക്ഷിച്ച് 2014, 2015 സാമ്പത്തിക വളർച്ച നേടിയെന്നാണ് നമുക്ക് പറയാൻ കഴിയുക അല്ലേ. ഇന്ത്യയുടെ വളർച്ച നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു പട്ടികയിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 2013 1875.20, ദെൻ അത് 2051.20, പിന്നീട് 2182.60. ഇത് ബില്യൺ ഡോളറിലാണ് കണക്ക്, ബില്യൺ ഡോളറാണ് കേട്ടോ. സോ ഇന്ത്യയുടെ ദേശീയ വരുമാനം വർദ്ധിച്ചുകൊണ്ടാണിരിക്കുന്നത്. സോ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് മറ്റെന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ട്? അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി താരതമ്യം ചെയ്യാനും മനസ്സിലാക്കാനും ദേശീയ വരുമാനം സഹായിക്കുമെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ മറ്റു ചില പ്രയോജനങ്ങളും കൂടിയുണ്ട്. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന്. അപ്പോൾ സമ്പദ്ഘടനയിൽ ഏതൊക്കെ മേഖലകളാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ദെൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നു. വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കുന്നു. അപ്പോൾ നമ്മുടെ വരുമാനം അനുസരിച്ച് ഇനി വരുമാനം കൂട്ടുന്നതിന് വേണ്ടി, അതേപോലെ നമ്മുടെ വരുമാനത്തിൽ ഒതുങ്ങുന്ന രീതിയിലൊക്കെ ആസൂത്രണം ചെയ്യാൻ ദേശീയ വരുമാനം കണക്കാക്കുന്നത് സഹായിക്കും. ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന്. അപ്പോൾ ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ദേശീയ വരുമാനം സഹായിക്കുന്നു. അപ്പോൾ ദേശീയ വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ, ഒരു 4 ലക്ഷ്യങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. ഒന്ന്, വിവിധ മേഖലയിലെ സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലയിലെ സംഭാവന, ഏതൊക്കെ മേഖല എത്രത്തോളം സംഭാവന നൽകുന്നു എന്ന് വിലയിരുത്തുക. സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രതിസന്ധികൾ മനസ്സിലാക്കുക. ദെൻ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക. ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുക. ഇനി ദേശീയ വരുമാനത്തിലെ ചില പ്രധാന ആശയങ്ങൾ, നിങ്ങളിൽ പല ആളുകൾക്കും കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇവിടെ കൊണ്ട് നിങ്ങൾ ഈ ഒരു ക്ലാസ് നന്നായിട്ട് പഠിച്ചെടുക്കുക, ഈ തിയറീസ് നന്നായിട്ട് മനസ്സിലാക്കുക. ദേശീയ വരുമാനം എന്തെന്നും അത് കണക്കാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യം മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, GNP. ഇത്
മൊത്ത ദേശീയ ഉൽപ്പന്നമാണ് കേട്ടോ. മൊത്ത ദേശീയ ഉൽപ്പന്നം, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നത് ഒരു ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന ആശയമാണ്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ആ ഒരു കണക്കെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇയർ എൻഡിൽ എന്തൊക്കെ പ്രോഡക്റ്റുകൾ അത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ടോ, അതേപോലെ ഏതൊക്കെ സർവീസുകൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആ ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ആ കണക്കെടുക്കുന്ന സമയത്ത് ഫൈനലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഉൽപ്പന്നങ്ങളുടെ അളവ് അതോടൊപ്പം സേവനങ്ങളുടെ അളവാണ് ഇവിടെ നോക്കുന്നത്. ഉപഭോഗത്തിനായി ലഭ്യമാക്കുന്ന ഉൽപ്പന്നമാണ് അന്തിമ ഉൽപ്പന്നം. അപ്പോൾ എന്താണ് അന്തിമ ഉൽപ്പന്നം എന്ന് ചോദിച്ചാൽ, ഉപഭോഗത്തിനായി ലഭ്യമാക്കുന്ന ഉൽപ്പന്നം. നമ്മളൊരു പ്രോഡക്റ്റ് അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താലല്ലേ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി കസ്റ്റമറിൻ്റെ കയ്യിൽ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഫൈനൽ പ്രോഡക്റ്റ്. കൺസ്യൂമറിൻ്റെ കയ്യിൽ കൊടുക്കാൻ പര്യാപ്തമായ, ഉപഭോഗത്തിന് ലഭ്യമാകുന്ന, അപ്പോൾ അത് മാർക്കറ്റിലെത്തണം. അത് മാർക്കറ്റിലെത്തുമ്പോഴാണ് അത് അന്തിമ ഉൽപ്പന്നം ആയി മാറുന്നത്. ഉദാഹരണം, തുണി, നൂല്, ബട്ടൺസ് എന്നീ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഷർട്ട് നിർമ്മിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഒരാൾ തുണിയും നൂലും ബട്ടൺസും എല്ലാം വാങ്ങി ഷർട്ട് നിർമ്മിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ഇവിടെ ഉപഭോഗത്തിനായിട്ടുള്ള ഷർട്ടാണ് അന്തിമ ഉൽപ്പന്നം, അല്ലേ? അപ്പോൾ അത് ഷർട്ടായിട്ടാണ്, ഒരു ഷർട്ടായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഷർട്ട് ആകുന്ന സമയത്താണ് അത് അന്തിമ ഉൽപ്പന്നം എന്ന് നമുക്ക് പറയാൻ കഴിയുക. അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കാൻ സ്വീകരിക്കുക. അപ്പോൾ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു പെയർ ഷർട്ട് അങ്ങനെയല്ല, ആ ഷർട്ടിൻ്റെ വില നോക്കും. ആ വിലയാണ് നമ്മൾ എന്ത് ചെയ്യുക, മൊത്ത ദേശീയ ഉൽപ്പന്നമായിട്ട് കണക്കാക്കുക. അപ്പോൾ അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ്, ശ്രദ്ധിക്കുക, പ്രസ്താവനയായിട്ട് വരും, അന്തിമ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ സ്വീകരിക്കുക. മുകളിൽ നൽകിയ ഉദാഹരണങ്ങളിൽ ഷർട്ടിൻ്റെ മൂല്യത്തിൽ ബട്ടൺസ്, തുണി തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ മൂല്യവും ഉൾപ്പെട്ടിരിക്കുന്നു, അല്ലേ? അപ്പോൾ ഷർട്ടിൻ്റെ വില എന്ന് പറയുമ്പോൾ അത് ഷർട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ബട്ടൺസ്, അതിൻ്റെ നൂല്, അതെല്ലാം കണക്കാക്കിയാണല്ലോ നമ്മൾ വിലയിടുന്നത്. അപ്പോൾ അതെല്ലാം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന് ബട്ടൺസിൻ്റെ വില വേറെ അല്ലെങ്കിൽ നൂലിൻ്റെ വില വേറെ, അങ്ങനെ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. അസംസ്കൃത വസ്തുക്കളുടെ വില കൂടി ചേർത്താണ് പ്രോഡക്റ്റിന് വില ഇടുന്നത്. ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം ആണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. അപ്പോൾ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്താണെന്ന് ചോദിച്ചാൽ, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം. ഇനി നിങ്ങൾക്ക് അത് തെറ്റില്ലല്ലോ, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷം, നമ്മൾ കാണുന്ന ഒരു ഇയർ ഉണ്ടല്ല, സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെയാണ് ഒരു സാമ്പത്തിക വർഷം. അതും പഠിച്ചു വെക്കുക, അതും PYQ ആണ്. ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ്. അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞത് മൊത്ത ദേശീയ ഉൽപ്പന്നമാണ്, ദേശീയ ഉൽപ്പന്നം GNP. ഇനി മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം GDP നമ്മൾ എപ്പോഴും കേൾക്കുന്ന പദമാണ് GDP. എന്താണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്? മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ദേശീയ വരുമാനത്തിൻ്റെ ഏറ്റവും ഉചിതമായ ആശയമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. അപ്പോൾ നമുക്കൊരു നിശ്ചിത മേഖലയിലുള്ള സാമ്പത്തിക വിശകലനം, ഇന്ത്യയിൽ മൊത്തത്തിലല്ല, ഒരു നിശ്ചിത മേഖല, ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ കൊല്ലത്തെ ഏതെങ്കിലും നിശ്ചിത മേഖലകൾ അല്ലെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ഒരു നിശ്ചിത മേഖലകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ദേശീയ വരുമാനമല്ല, സാമ്പത്തിക വിശകലനം ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും അനുയോജ്യം GDP ആണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. മനസ്സിലായോ? ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ, അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തി ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിർമ്മിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം.
വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുത്തില്ല. അപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലുള്ളത് മാത്രമേ ഉൾപ്പെടുത്തൂ. ഒരു ഇന്ത്യക്കാരൻ പുറത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ വരുമാനം GDP-യിൽ ഉൾപ്പെടുത്തില്ല. അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കമ്പനി വിദേശത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യം നമ്മൾ പരിഗണിക്കില്ല. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തി. അപ്പോൾ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ തന്നെ ആയിരിക്കണം. ദേശീയ വരുമാനമാകുമ്പോൾ അങ്ങനെ അല്ല, അത് കുറച്ചുകൂടി വിശാലമാണ്. ഉദാഹരണത്തിന് ഒരു ഇന്ത്യൻ സ്ഥാപനം അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു എന്നിരിക്കട്ടെ. സ്ഥാപനത്തിൻ്റെ ലാഭം അമേരിക്ക GDP-യിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ത്യ GNP-യിലാണ്. അത് GNP-യിൽ ഉൾപ്പെടും. ഒരു ഇന്ത്യൻ കമ്പനി അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനം, അതിൻ്റെ പണമൂല്യം, ഉൽപ്പന്നങ്ങളുടെ പണമൂല്യം നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടെ GDP-യിൽ ഉൾപ്പെടുത്തില്ല. നമ്മുടെ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. അതായത് ഇന്ത്യയിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ ഇത്തരം വരുമാനം നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കണം, അവിടെ നിന്ന് തന്നെ ആയിരിക്കണം നമുക്ക് ആ പണമൂല്യം കണക്കാക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ മൊത്ത ദേശീയ ഉൽപ്പന്നവും മൊത്ത ആഭ്യന്തര ഉൽപ്പന്നവും പഠിച്ചു. അപ്പോൾ ഇതിൽ വലുതേതാണ്? ഇനി നിങ്ങൾക്ക് കണ്ണടച്ച് പറയാമല്ലോ, ഇതിൽ വലുതേതായിരിക്കും? GNP ആണ് അല്ലേ? മൊത്ത ദേശീയ ഉൽപ്പന്നമാണ്. ദെൻ അറ്റ ദേശീയ ഉൽപ്പന്നം, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, NNP. ഇനി വളരെ ശ്രദ്ധിക്കുക, തിരിഞ്ഞു പോകരുത്. നിങ്ങൾ ഈ വർഷം ഒരു കമ്പ്യൂട്ടർ വാങ്ങി ഉപയോഗിച്ച് അടുത്ത വർഷം വിറ്റാൽ അതിന് വാങ്ങിയ വില തന്നെ ലഭിക്കുമോ? ഇല്ല അല്ലേ? സെക്കൻഡ് ഹാൻഡ് ആകുമ്പോൾ വില കുറയും. എന്തുകൊണ്ടാണ് ലഭിക്കാത്തത്? അതുപോലെ യന്ത്രസാമഗ്രികളും മറ്റു സാധനങ്ങളുമൊക്കെ ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് തേയ്മാനം സംഭവിക്കുന്നു. ഈ തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനെ തേയ്മാന ചിലവ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് തേയ്മാന ചിലവ്? ഉപയോഗം കാരണം തേയ്മാനം സംഭവിക്കുന്നു, അത് പരിഹരിക്കാൻ ആവശ്യമുള്ള ചെലവ്, അതായത് സർവീസ് ചെയ്യാനുള്ള ചെലവ്, അതിനെ നമ്മൾ പറയുന്ന പേര് ഡിപ്രീസിയേഷൻ ചാർജസ്, തേയ്മാന ചിലവ്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഇത്തരം തേയ്മാന ചെലവുകൾ പരിഗണിക്കാറുണ്ട്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം തേയ്മാന ചെലവുകൾ നമ്മൾ നമ്മുടെ മൊത്ത ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കുന്നു. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതിനെയാണ് അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ GNP അല്ലെ, GNP മൈനസ് DC അഥവാ ഡിപ്രിസിയേഷൻ ചാർജസ്, നമ്മുടെ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചിലവുകൾ കുറയ്ക്കുകയാണ് എങ്കിൽ അതിനെ നാം അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയാം. സാങ്കേതികമായി ദേശീയ ഉൽപ്പന്നമാണ് ദേശീയ വരുമാനമായി അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു ദേശീയ ഉൽപ്പന്നം ഉണ്ടല്ലോ, ഈ ദേശീയ ഉൽപ്പന്നം അഥവാ NNP ആണ് ദേശീയ വരുമാനമായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ NNP ആണ് ദേശീയ വരുമാനമായിട്ട് അറിയപ്പെടുന്നത്. അപ്പം NNP എന്ന് പറഞ്ഞാൽ GNP മൈനസ് GNP മൈനസ് DC ആണ്, തേയ്മാന ചിലവ്. അപ്പോഴാണ് കറക്റ്റ് ആവുക. കാരണം ഒരു സെക്കൻഡ് ഹാൻഡ് സാധനം നമ്മൾ വിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ നന്നാക്കാൻ ചിലവാക്കിയ കാശ് അതുകൂടി കുറച്ചിട്ടാണ് നമ്മൾ പ്രോഡക്റ്റുകളുടെ എണ്ണത്തിൽ GNPയുടെ കൂട്ടത്തിൽ നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ആ ഒരു തേയ്മാന ചിലവ് കുറച്ചുവിട്ട് നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് അതിനെ പറയുന്ന പേര് അറ്റ ദേശീയ ഉൽപ്പന്നം. അപ്പോൾ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ തേയ്മാന ചിലവ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് അറ്റ ദേശീയ ഉൽപ്പന്നം. അപ്പോൾ നമുക്ക് ടെക്നിക്കലി പറയുന്ന സമയത്ത് ഈ ഒരു അറ്റ ദേശീയ ഉൽപ്പന്നമാണ് ദേശീയ വരുമാനമായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ സാങ്കേതികമായിട്ട് ഏതാണ് ദേശീയ വരുമാനമായിട്ട് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അറ്റ ദേശീയ ഉൽപ്പന്നം. ഓക്കെ അല്ലേ? ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ 20,000 രൂപയ്ക്ക് ഒരു കമ്പ്യൂട്ടർ വിൽക്കുന്നു. പക്ഷേ ആ കമ്പ്യൂട്ടർ നന്നാക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് 5,000 രൂപ ചിലവാക്കിയിട്ടുണ്ട്. 5,000 രൂപ ചിലവാക്കി. അപ്പോൾ അത് തേയ്മാന ചിലവാണ്. അപ്പോൾ അത് കുറച്ചിട്ടാണ് നമുക്ക് NNPയിലേക്ക് അത് ഉൾപ്പെടുത്താൻ കഴിയുക. കാരണം ആ 20,000-ലെ 5,000 രൂപ ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന്
ചിലവായിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ നമ്മൾ GNP പറഞ്ഞു, GDP പറഞ്ഞു, NNP പറഞ്ഞു. ഇനി പ്രതിശീർഷ വരുമാനം. ദേശീയ വരുമാനത്തെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം. അപ്പോൾ നമ്മുടെ മൊത്തം ദേശീയ വരുമാനത്തെ, നമ്മുടെ നാഷണൽ ഇൻകം, മൊത്തം ദേശീയ വരുമാനത്തെ നമ്മൾ എന്ത് ചെയ്യും? പോപ്പുലേഷൻ കൊണ്ട് ഹരിക്കും. പോപ്പുലേഷൻ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ രാജ്യത്തെ മൊത്തം വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുന്ന സമയത്താണ് പ്രതിശീർഷ വരുമാനം കിട്ടുന്നത്. ഇതൊക്കെ ചോദിക്കുന്നതാണ്. ഇപ്പോൾ രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാനും രാജ്യങ്ങളുടെ സാമ്പത്തിക നില മനസ്സിലാക്കാനും പ്രതിശീർഷ വരുമാനം സഹായിക്കുന്നു. അപ്പോൾ പ്രതിശീർഷ വരുമാനത്തിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യ. അപ്പോൾ ദേശീയ വരുമാനം എങ്ങനെയാണ് കണക്കാക്കുന്നത്? ദേശീയ വരുമാനത്തെ കണക്കാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ദേശീയ വരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്, അല്ലെ? ഉൽപാദനം കൂടുന്നതനുസരിച്ചാണ് വരുമാനം കൂടുക, അല്ലേ? ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയുടെ പ്രതിഫലവും വർദ്ധിക്കുന്നു. അപ്പോൾ ഉൽപാദനം വർദ്ധിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് കുറേ അധികം പ്രോഡക്റ്റുകൾ വിപണിയിൽ ഇറക്കാൻ കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് വീണ്ടും നമ്മുടെ സ്ഥാപനത്തിൻ്റെ വിസ്തൃതി കൂട്ടാം, കൂടുതൽ ആളുകളെ ജോലിക്കെടുക്കാം, ഉള്ള ആളുകൾക്ക് നമുക്ക് കുറച്ചുകൂടി ഇൻസെൻറ്റീവ്സ് കൊടുക്കാം, നമുക്ക് കുറച്ചുകൂടി കച്ചവടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയും, പിന്നെ കമ്പനിയുടെ പുതിയ പുതിയ ബ്രാഞ്ചസ് തുടങ്ങാനും കഴിയും. അപ്പോൾ നമ്മുടെ ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള പ്രോഡക്റ്റ് വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയുടെ പ്രതിഫലവും വർദ്ധിക്കുന്നു. പ്രതിഫലങ്ങളായ പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി ഉപഭോഗത്തിനും നിക്ഷേപത്തിനും കൂടുതൽ തുക ചിലവഴിക്കുന്നു. അപ്പോൾ ഉൽപ്പന്നം കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയെല്ലാം കൂടുന്നു. ഇവിടെ തന്നെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. ഉൽപാദനം വർദ്ധിക്കുന്നു. ഉൽപാദനം വർദ്ധിക്കുന്ന സമയത്ത് വരുമാനവും വർദ്ധിക്കുന്നു. വരുമാനം വർദ്ധിക്കുമ്പോൾ ചെലവ് വർദ്ധിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഉൽപാദനം വർദ്ധിക്കുന്ന സമയത്ത് അത് കാരണമായിട്ട് നമുക്ക് വരുമാനം കിട്ടുന്നു. വരുമാനം കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ചിലവഴിക്കും, അല്ലേ? 100 രൂപ കിട്ടിയാൽ അതനുസരിച്ചുള്ള ചിലവായിരിക്കും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അപ്പോൾ ഉൽപാദനം, വരുമാനം, ചിലവ് എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ 3 രീതികൾ അവലംബിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ചു വെക്കുക. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് 3 രീതികളുണ്ട്. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഉൽപാദനം കൂടുന്നു, വരുമാനം കൂടുന്നു, ചെലവ് കൂടുന്നു. അപ്പോൾ ഈ 3 രീതികൾ, ഉൽപാദനം, വരുമാനം, ചിലവ്, ഈ 3 കാര്യങ്ങളിൽ ഓരോന്നിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാൻ കഴിയും. അപ്പം എന്താണ് ഉൽപാദന രീതി? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപാദന രീതി. അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ, സേവനങ്ങൾ, അവയുടെ ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപാദന രീതി. വളരെ ഡയറക്റ്റ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ ഉദാഹരണം വെച്ച് പറഞ്ഞതെല്ലാം ഉൽപാദന രീതിയുടെ മെത്തഡാണ്. ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നും ഏത് മേഖലയാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നതെന്നും വിലയിരുത്താൻ ഉൽപാദന രീതി സഹായകമാണ്. അപ്പോൾ ഉൽപാദന രീതിയുടെ ഒരു മേന്മ എന്ന് പറയുന്നത് ഏത് മേഖലകളിലാണ് കൂടുതൽ നമുക്ക് വരുമാനം കിട്ടുന്നത്, ഏത് മേഖലയാണ് കൂടുതൽ ഉയർന്നു നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ദെൻ വരുമാന രീതി. ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് വരുമാനം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉൽപാദന ഘടകങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ് വരുമാനം. അപ്പോൾ ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കപ്പെടുന്ന സമ്പ്രദായമാണ് വരുമാന രീതി. അപ്പോൾ ഓരോ ആളുകൾക്ക് കിട്ടുന്ന വരുമാന രീതി അതനുസരിച്ച് പാട്ടം, വേതനം, പലിശ, ലാഭം അതൊക്കെ കണക്കാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണ്ടെത്തുന്നതാണ് വരുമാന രീതി എന്ന് പറയുന്നത്. ഓരോ ഉൽപാദന ഘടകത്തിൻ്റെയും ദേശീയ വരുമാനത്തിലുള്ള സംഭാവന വേർതിരിച്ചറിയാൻ ഈ രീതിയിലൂടെ സാധ്യമാണ്.
അപ്പോൾ ഇതിൻ്റെ മേന്മ ഓരോ ഉൽപാദന ഘടകത്തിൻ്റെയും ദേശീയ വരുമാനത്തിലുള്ള സംഭാവന വേർതിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു. കാർഷിക മേഖലയിൽ എത്രത്തോളം നമുക്ക് വരുമാനം കിട്ടുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. വ്യാവസായിക മേഖലയിൽ എത്രത്തോളം കിട്ടുന്നു എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഓക്കെ അല്ലേ? ഇത് നോട്ട് ചെയ്ത് പഠിക്കാം. ഇനി ചെലവ് രീതി. ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് ചെലവ് രീതി. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണല്ലോ നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ചെലവായി അത് കണ്ടെത്തിയിട്ട് ഇത്ര നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ചെലവിനോടൊപ്പം നിക്ഷേപവും ചെലവായത് കണക്കാക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ചെലവിനോടൊപ്പം നിക്ഷേപവും ചെലവായാണ് കണക്കാക്കുന്നത്. നിക്ഷേപവും ചെലവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിക്ഷേപം നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മൾ ചിലവാക്കുന്നത് എന്തായാലും അതൊരു എക്സ്പെൻസ് ആണെന്ന് നമുക്കറിയാം. നമ്മുടെ സേവിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന തുകയും ചിലവായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് കേട്ടോ. അതും ചിലവായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ചിന്തിക്കരുത് സേവിങ്സ് അല്ലേ, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളത് മാറ്റി വെക്കുകയാണ് അല്ലേ, അത് ചിലവാക്കുകയാണ്. അപ്പോൾ അതും ചിലവായിട്ടാണ് കണക്കാക്കുന്നത്. ഉപഭോഗ ചെലവും നിക്ഷേപ ചെലവും സർക്കാർ ചെലവും കൂടി ചേരുമ്പോഴാണ് ആകെ ചെലവ് ലഭിക്കുന്നത്. അപ്പോൾ നാം പൈസ ഉപയോഗിച്ച് എന്തൊക്കെ വാങ്ങി, അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ചിലവഴിച്ച തുക, അതാണ് ഉപഭോഗ ചിലവ്. നിക്ഷേപ ചിലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക. സർക്കാരിൻ്റെ ചിലവ്. ഈ 3 ചിലവുകളും കൂടുമ്പോഴാണ് ആകെ ചിലവ് കിട്ടുന്നത്. അപ്പോൾ ആകെ ചിലവ് കിട്ടാൻ ഉപഭോഗ ചിലവ്, സർക്കാർ ചിലവ്, നിക്ഷേപ ചിലവ് ഇവകൾ 3 കൂടി കൂട്ടണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, നോട്ട് ചെയ്യുക കേട്ടോ. മേൽ പറഞ്ഞ ഏത് രീതിയിൽ കണക്കാക്കിയാലും ദേശീയ വരുമാനം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഏത് രീതി അവലംബിച്ചാലും നമുക്ക് കിട്ടുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏത് പ്രയോജനമാണ് വേണ്ടത് അതനുസരിച്ചായിരിക്കും രീതികൾ നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, നമ്മൾ മുമ്പ് പഠിച്ചു, തുടക്കത്തിൽ തന്നെ പഠിച്ചു, CSO ആണ്. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. മുഖ്യമായും സർക്കാരിൻ്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് കണക്കെടുപ്പ് നടത്തുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് കണക്കെടുക്കുന്നത്. ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകളുടെയും തൊഴിൽ മേഖലകളുടെയും സ്ഥിതി മനസ്സിലാക്കാൻ CSOയുടെ ദേശീയ വരുമാന കണക്കുകൾ സഹായിക്കുന്നു. അപ്പോൾ ജനങ്ങൾ ഏതൊക്കെ മേഖലയിൽ തൊഴിലെടുക്കുന്നു, തൊഴിൽ മേഖല എത്രത്തോളം വികസിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം താഴ്ന്നു പോകുന്നു, ഇതൊക്കെ മനസ്സിലാക്കാൻ ഇതിലൂടെ സഹായിക്കുന്നു. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി എന്നീ 3 രീതികളും ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ 3 രീതികളും ഇന്ത്യയിൽ അവലംബിക്കാറുണ്ട്. ദേശീയ വരുമാനം കണക്കാക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാനാണെങ്കിലും ഈ ശ്രമകരമായ കാര്യത്തിന് ഒട്ടേറെ പ്രയാസം അതിൽ പ്രായോഗികമായും ആശയപരമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുണ്ട്. സോ ദേശീയ വരുമാനം കണ്ടെത്തുന്നതിലുള്ള പ്രശ്നങ്ങൾ, ഇന്ത്യയിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഓരോന്ന് മനസ്സിലാക്കി പഠിക്കുക. വിശ്വാസയോഗ്യമായ സ്ഥിതിവിവര കണക്കിൻ്റെ അഭാവം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രായോഗിക വൈഷമ്യം ഉണ്ടാക്കുന്നു. അപ്പോൾ ഓരോ ആളുകൾക്കും ഉള്ള ചിലവ് അല്ലെങ്കിൽ അവരുടെ ഉൽപാദനം മറ്റു കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടാനുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള കണക്കില്ല. അപ്പോൾ വിശ്വാസയോഗ്യമായ സ്ഥിതിവിവര കണക്കിൻ്റെ അഭാവം. അപ്പോൾ ഒരു വലിയ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ വരുമാനം ഉൽപാദനമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് നമുക്ക് 100% ശരിയായിട്ട് കിട്ടുകയില്ല. അത് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. ഉൽപാദന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കപ്പെടും. അഥവാ ഡബിൾ കൗണ്ടിങ് അല്ലെ. ഇപ്പോൾ നമ്മൾ നേരത്തെ ഷർട്ട് നൂലൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ ബട്ടൺസ് വേറൊരു പ്ലാസ്റ്റിക് കമ്പനിയിൽ നിർമ്മിക്കുന്നതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബട്ടൺസ് നിർമ്മിച്ച് അത് ബട്ടൺസ് സെല്ല് ചെയ്യുന്ന ഷോപ്പിൽ എത്തിക്കുന്ന സമയത്ത് അത് അവരുടെ ഫൈനൽ പ്രോഡക്റ്റ് ആണ്. അങ്ങനെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരേ സാധനം തന്നെ പലപ്പോഴായിട്ട് കൂട്ടേണ്ടി വരുന്നു. ബട്ടൺസ് കമ്പനി അവിടെ ആ ബട്ടൺസ് ഉൽപ്പാദിപ്പിക്കുന്നു, അത് അവർ ഒരു കമ്പനിക്ക് വിൽക്കുന്നു. ആ കമ്പനി അത് ഷർട്ട് കമ്പനിക്ക് കൊടുക്കുന്നു. ഷർട്ട് കമ്പനി അത് ഷർട്ടിലേക്ക് തുന്നി പിടിപ്പിച്ച് വിൽക്കുന്ന സമയത്ത് വീണ്ടും ആ ബട്ടൺസിൻ്റെ പൈസ കണക്കാക്കപ്പെടുക.
ദെൻ വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല അല്ലേ. പൈസ വാങ്ങാതെ ജോലി ചെയ്യുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതിൽ ഉദാഹരണമാണ് ഹോം മേക്കേഴ്സ്, വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി. സ്വന്തം ഉപഭോഗത്തിന് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കാറില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ പച്ചക്കറി തോട്ടം പോലുള്ള നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യില്ല, ദേശീയ വരുമാനത്തിൽ കണക്കാക്കില്ല. അതും കൂടെ കണക്കാക്കേണ്ടതാണല്ലോ അല്ലേ. ഇനി ജനങ്ങളുടെ നിരക്ഷരതയും അറിവില്ലായ്മയും സ്ഥിതി വിവര കണക്ക് എടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. അപ്പോൾ നിരക്ഷരരും അറിവില്ലായ്മയും ഉള്ള ജനങ്ങളാണെങ്കിൽ അവർക്ക് സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുന്നതിൽ നിന്നും ചിലർ വൈമനസ്യം ഉണ്ടാകാം. അവർ എന്തായാലും തുറന്ന് പറയില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് നടക്കുന്നതല്ലേ. പല കണക്കുകളും ശരിയല്ല. സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ശരിയായ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെ ബാധിക്കുന്നു. അപ്പോൾ സേവനങ്ങൾ ഒരു പ്രോഡക്റ്റ് പോലല്ല, സേവനത്തിന് എത്ര പണമൂല്യം കൊടുക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതും ഒരു പ്രശ്നമാണ് അല്ലേ. ഞാൻ 1 മണിക്കൂർ ജോലി ചെയ്തു, അപ്പോൾ കൂലി എത്രയാണെന്ന് ചോദിച്ച് കണക്കാക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദെൻ ഉപഭോക്താക്കൾ അവരുടെ ചെലവ് കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറില്ല അല്ലേ. നമ്മൾ ഓരോ ആളുകളും ഉപഭോക്താക്കളാണ്. നമ്മൾ ചെലവൊക്കെ എഴുതി സൂക്ഷിക്കാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ ചെലവ് എത്രയാണെന്നൊന്നും കൃത്യമായിട്ടൊന്നും കിട്ടുകയില്ല. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് കൂടുതൽ കൃത്യതയോടെ ദേശീയ വരുമാനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ സംഭാവന പറയുകയാണ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം. ഇന്ത്യയിൽ ഈ മേഖലയിൽ ലഭിക്കുന്ന GDPയുടെ വിഹിതമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രാഥമിക, ഇത് GDP ആണ് കേട്ടോ, ഇത് GDP ആണ്. GDP. അപ്പോൾ പ്രാഥമിക മേഖലയിൽ നിന്ന് വരുന്ന GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് GDP. അപ്പോൾ പ്രാഥമിക മേഖലയിലെ GDP കുറഞ്ഞല്ലേ വരുന്നത് അല്ലേ. ഓരോ വർഷം തോറും കുറഞ്ഞു വരികയല്ലേ. ശതമാനാടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. 2015 to 16 20.10%, അത് 20.35% ചെറുതായിട്ടൊന്ന് കൂടിയെങ്കിലും 2017-18 ആയപ്പോഴത്തേക്കും 19.56 ചുരുങ്ങി. ഇനി ദ്വിതീയ മേഖല അഥവാ വ്യാവസായിക മേഖല 27.42 ആയിരുന്നു ആദ്യം 2015. തൊട്ടടുത്ത വർഷമാകുന്ന സമയത്ത്, സാമ്പത്തിക വർഷമാകുന്ന സമയത്ത് അതൊന്ന് കുറഞ്ഞു 26.88. പിന്നെ അടുത്ത വർഷം ചെറുതായിട്ട് വീണ്ടും പോയിന്റുകളുടെ വ്യത്യാസം വീണ്ടും വന്നു 26.59. ഇനി തൃതീയ മേഖല സേവന മേഖലയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. GDP സേവന മേഖലയിലെ GDP ആണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. 52.48 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ GDP വരുന്നതും തൃതീയ മേഖലയാണ്. 2016 സാമ്പത്തിക വർഷമാകുമ്പോൾ അത് 52.77, ചെറിയൊരു വർധനവ്. ദെൻ പിന്നീട് 53.85, അപ്പോൾ 1% അടുത്ത് വർധനവ് വരുന്നുണ്ട്. അപ്പോൾ തൃതീയ മേഖലയിലാണ് GDP ഉയർന്നുകൊണ്ട് വരുന്നത് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾക്ക് ഇതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി അത് കൺഫേം ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലെ വിവിധ മേഖലകളുടെ സംഭാവനകളിൽ കാണുന്ന പുതിയ പ്രവണത സേവന മേഖലയിലെ വളർച്ചയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സേവന മേഖലയിലാണ് നിലവിൽ വളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാഥമിക മേഖലയെ പിന്തള്ളി ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും ദേശീയ വരുമാനത്തിലേക്ക് കൂടുതൽ വിഹിതം നൽകുന്നു. പണ്ടൊക്കെ കാർഷിക മേഖലയായിരുന്നു. 2013 മുന്നേ നമ്മൾ തുടക്കകാലത്തെ കുറച്ച് കണക്കുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പ്രാഥമിക മേഖലയായിരുന്നു ഉയർന്നു നിന്നിരുന്നത്. സോ അതൊക്കെ മാറി. 50% പ്രാഥമിക മേഖലയുടെ പങ്കിനെയെല്ലാം മറ്റ് 2 മേഖലകളും പിന്തള്ളി. തൃതീയ മേഖല 50% എത്തി. അപ്പോൾ മറ്റ് 2 മേഖലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തൃതീയ മേഖലയുടെ വളർച്ച എത്രത്തോളമെന്ന് പട്ടികയിൽ നിന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സേവന മേഖലയിലാണ് താല്പര്യം അല്ലേ. ഇതേപോലെയാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും മാനസികാവസ്ഥ. വികസനത്തിൻ്റെ ഭാഗമായി കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ആരംഭിച്ചതും ബാങ്കിങ്, ഇൻഷുറൻസ്, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റവും തൃതീയ മേഖലയുടെ വളർച്ചയെ സഹായിച്ചു. അപ്പോൾ നമ്മുടെ പുരോഗതി തന്നെയാണ്. ഓരോ മേഖലയിലും പുരോഗതി വരുന്ന സമയത്ത് അവിടെ സേവന മേഖലയിലേക്കാണ് വഴി തുറക്കുന്നത്. സോ അവിടെ സേവന മേഖലയിലേക്ക് ആളുകൾ കൂടുതൽ എത്തുന്നു. സാമ്പത്തിക പുരോഗതി ഉണ്ടായതോടെ ഗതാഗതം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് ജനങ്ങൾ കൂടുതൽ തയ്യാറായി. അറിവധിഷ്ഠിത വ്യവസായങ്ങൾ വികസിച്ചതും തൃതീയ മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായി. അപ്പോൾ അറിവ് അധിഷ്ഠിത വ്യവസായങ്ങൾ, അപ്പോൾ അവിടെ സേവനമാണ് വരുന്നത്, തൃതീയമായിട്ടാണ് വരുന്നത്. അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ആ സേവന മേഖല എന്നതിലേക്ക് മാറുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. സോ ഇതെല്ലാം നമ്മുടെ
മൊത്തത്തിലുള്ള പുരോഗതി സേവന മേഖലയ്ക്ക്, തൃതീയ മേഖലയ്ക്ക് അനുകൂലമായിരുന്നു. ഇനി എന്താണ് അറിവധിഷ്ഠിത മേഖല? അതിലേക്ക് പോകാം. അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ച. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി പ്രയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല. അപ്പൊ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിന് വേണ്ടി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായിട്ട് പ്രയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയും വിവര വിനിമയ സാധ്യതകളും ഇന്ന് അറിവ് സമ്പദ്ക്രമം എന്ന തലത്തിൽ വളർന്ന് വികസിച്ചിട്ടുണ്ട്. അപ്പൊ സാങ്കേതിക വിദ്യയും വിവര വിനിമയ സാധ്യതകളും അറിവ് സമ്പദ്ക്രമം എന്ന തലത്തിലേക്ക് വളർന്നു വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സാങ്കേതിക വിദ്യയും അറിവും സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്നു. അത് തന്നെയാണ് നോളജ് എക്കോണമി എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം, നൂതന സാങ്കേതിക ആശയങ്ങളുടെ പ്രയോഗം, വിവര വിനിമയ സാങ്കേതിക വിദ്യ എന്നിവയുടെ അറിവ് സമ്പദ്ക്രമത്തിൻ്റെ അടിസ്ഥാനം എന്നിവയാണ് സമ്പദ്ക്രമത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അറിവ് സമ്പദ്ക്രമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്നൊവേഷൻ അഥവാ പുതുമ, നൂതന സാങ്കേതിക ആശയങ്ങളുടെ പ്രയോഗം, അതേപോലെ ICT വിവര വിനിമയ സാങ്കേതിക വിദ്യ. ഇത് രണ്ടുമാണ് അറിവ് സമ്പദ്ക്രമത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. അറിവ് സമ്പദ്ക്രമത്തിൻ്റെ അടിസ്ഥാനം നൂതന സാങ്കേതിക ആശയങ്ങളുടെ പ്രയോഗം, വിവരവിനിമയ സാങ്കേതിക വിദ്യ. അറിവ് സമ്പദ്ക്രമത്തിൽ ബൗദ്ധിക മൂലധനത്തിൻ്റെ ഉൽപാദനവും ഉപഭോഗവുമാണ് നടക്കുന്നത്. അറിവ് സമ്പദ്ക്രമത്തിൽ എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ഉപയോഗിക്കപ്പെടുന്നതും? അത് ഇന്റലക്ച്വൽ ക്യാപിറ്റലാണ്, ബൗദ്ധിക മൂലധനമാണ് അല്ലെ. ബുദ്ധിപരമായിട്ടുള്ള അറിവും സാങ്കേതിക വിദ്യയും കൂടിച്ചേർന്ന ബൗദ്ധിക മൂലധനമാണ്. അപ്പോൾ ബൗദ്ധിക മൂലധനമാണ് അറിവ് സമ്പദ്ക്രമത്തിൽ അല്ലെ. നമ്മൾ ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഓഫീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടർ അറിയുന്ന നമ്മുടെ പ്രാവീണ്യം, നമ്മൾ പഠിച്ചു പിടിച്ചിട്ടുള്ള കുറേ അറിവുകൾ, ഇതല്ലേ നമ്മൾ അവിടെ ഉപയോഗിക്കുക. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഉൽപാദനവും ഉപഭോഗവുമായിട്ട് മാറുന്നത് ബൗദ്ധിക മൂലധനമാണ്. അപ്പം എന്താണ് ഭൗതിക മൂലധനം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ബൗദ്ധിക മൂലധനം കാണാൻ കഴിയാത്ത ആസ്തിയാണ് അല്ലേ. നമുക്കത് കാണാൻ കഴിയില്ല. ഭൗതിക മൂലധനം കാണാൻ കഴിയില്ല, അറിവ് കാണാൻ കഴിയില്ലല്ലോ. ഒരു സംരംഭത്തിലോ സമൂഹത്തിലോ ഉള്ള ആളുകളുടെ കൂട്ടായ അറിവിനെയാണ് ബൗദ്ധിക മൂലധനം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സംരംഭത്തിലോ സമൂഹത്തിലോ ഉള്ള ആളുകളുടെ കൂട്ടായ അറിവ്, അപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എല്ലാം അറിവാണ് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ബൗദ്ധിക മൂലധനം എന്ന് പറയുന്നത്. തൃതീയ മേഖലയുടെ ഭാഗമായി അറിവ് അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളുടെ വളർച്ച ഇന്ന് വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഓഹരി, നികുതി എന്നിവയിൽ വിദഗ്ധാഭിപ്രായം നൽകുന്നവർ, സോഫ്റ്റ്വെയർ വിദഗ്ധർ എന്നിവരൊക്കെ ഈ മേഖലയിൽ പെടുന്നു അല്ലേ. ടെക്നിക്കൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അഡ്വൈസ് നൽകുന്ന ആളുകൾ, അവരെല്ലാം അവരുടെ അറിവുകളാണ് ഉപയോഗിക്കുക അല്ലേ. അപ്പം അതിൻ്റെ വളർച്ച കൂടുകയാണ്. ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് കിട്ടുന്നത് അവർക്ക് തന്നെയാണ്. ഉയർന്ന ബിസിനസ് എക്സിക്യൂട്ടീവുകളും ഗവേഷകരും ശാസ്ത്രജ്ഞരും അല്ലേ, ശാസ്ത്രജ്ഞരും നയരൂപീകരണ വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ ഈ മേഖലയ്ക്ക് കരുത്ത് പകരുന്നു. അറിവധിഷ്ഠിത മേഖലകളുടെ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. കേരള സർക്കാർ ആരംഭിച്ച ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് തുടങ്ങിയവ ഈ ഒരു അറിവ് അധിഷ്ഠിത മേഖലകൾക്ക് ഉദാഹരണമാണ്. ആഗോളതലത്തിൽ സോഫ്റ്റ്വെയർ സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ വികസനം നേടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്ത്യൻ സോഫ്റ്റ്വെയർസ് എല്ലാം ഗ്ലോബലി തന്നെ അംഗീകരിക്കപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഫലമായി സാമ്പത്തികമായി മുന്നേറാനും അതുവഴി ജനക്ഷേമം വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും. അപ്പോൾ അറിവധിഷ്ഠിത മേഖലയിൽ ഇന്ത്യയും സംഭാവനകൾ നൽകുന്നുണ്ട്. ഇനിയും ഈ രംഗത്ത് മുന്നേറുന്നതിന് ചില അനുകൂല സാഹചര്യങ്ങൾ ഇന്ത്യക്കുണ്ട് അല്ലേ. അപ്പോൾ അറിവധിഷ്ഠിത മേഖലയിൽ ഇനിയും മുന്നേറുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ അനുകൂല സാഹചര്യങ്ങളാണ് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നേടിയ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന മാനവ വിഭവം. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ആളുകൾക്ക് ഇംഗ്ലീഷിൽ നല്ല സ്കില്ലുണ്ട് അല്ലേ. അതുപോലെ അവർക്ക് സാങ്കേതിക വിദ്യയിലും നല്ല പിടിപാടുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ നമുക്കൊരു അസറ്റാണ്. വിപുലമായ ആഭ്യന്തര കമ്പോളം, നമ്മുടെ മാർക്കറ്റ് വളരെ വിശാലമാണ്. ശക്തമായ സ്വകാര്യ മേഖല, ഇപ്പോൾ പ്രൈവറ്റ് ഇൻഡസ്ട്രീസൊക്കെ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച, ഇതെല്ലാം ഇന്ത്യയിലുള്ള അനുകൂല സാഹചര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കുക കേട്ടോ, വായിച്ചു വെച്ചേക്കുക. ഇത്തരം എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയാൽ അറിവ് സമ്പദ്ക്രമം വികസിപ്പിക്കാനും ദേശീയ വരുമാനത്തിൽ വർധനവുണ്ടാക്കാനും ഇന്ത്യക്ക് കഴിയും. സോ ദേശീയ വരുമാനം എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത് കുറച്ച്
കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ക്ലാസ് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. എന്നാൽ മാത്രമേ ഇതുപോലുള്ള സബ്ജക്റ്റുകൾ വീണ്ടും വീണ്ടും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാവുകയുള്ളൂ. അതിലുപരി നിങ്ങളോട് പറയാനുള്ളത് നന്നായിട്ട് പഠിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓൾ ദി ബെസ്റ്റ്.